ഇപ്പോൾ കേരളത്തിലെ ബി.ജെ.പി നിങ്ങൾ നോക്കൂ. കേരളത്തിലെ ബി.ജെ.പി താഴെത്തട്ടാണ് ശക്തിപ്പെടുത്തുന്നത്. 15% അല്ലെങ്കിൽ 20% വോട്ടെന്ന് പറയുന്നത് അത് അടിത്തട്ടിലുള്ള തൂണുകളുടെ ബലമാണ്. അടിത്തട്ടിലെ തൂണുകൾ ബലപ്പെട്ട് കഴിഞ്ഞാൽ മേളിലോട്ട് കെട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഉം. അടിസ്ഥാനം ബലപ്പെടുത്തുക. മറ്റവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അവർക്ക് അടിസ്ഥാനം അവർ നോക്കുന്നതേയില്ല. ഉം. അവർ മേളിലിരുന്നങ്ങ് തമ്മിലടിയാണ്. പിന്നെ വേറെ ആരുമില്ല, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യത്തുള്ളൂ, ഞങ്ങൾ പാർട്ടി അടിമകളാണെന്ന് കരുതി ജീവിക്കുന്ന കുറേ ആൾക്കാർ. ഉം. ഇപ്പം ആദ്യ സിനിമ ചെയ്യുന്നതേ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമയാണ്. അതിൽ അഖിൽമാരാരുടെ രാഷ്ട്രീയമായിരിക്കില്ല അതിൽ തീർച്ചയായും. സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പം രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന ഒരാൾ ഇപ്പം ജനങ്ങൾ നേരിട്ട് പല കാര്യങ്ങൾ പറയുമ്പോൾ അതിനാവശ്യത്തിനനുസരിച്ച് പല രാഷ്ട്രീയക്കാരെയും വിളിച്ച് ആ പ്രശ്നം സോൾവ് ചെയ്യുന്ന ഒരു അഖിൽമാരാറുണ്ടായിരുന്നു. ഉം. പലപ്പോഴും പല ഇഷ്യൂസും സോൾവ് ചെയ്യാത്ത സമയത്താണ് നമ്മൾ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങിയത്. ഉം. അഖിൽമാരാർ ഒരു രാഷ്ട്രീയക്കാരനാവുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയായിരിക്കും ഉറപ്പുവരാൻ പറ്റുമോ? അതെ. അതാണ് ആകെ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യവും. നമുക്ക് അതിൽ കൂടുതൽ ഉറപ്പൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഉം. ഇപ്പം അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഇപ്പം ഞാൻ അതിന് MLA ഒന്നും ആവേണ്ട ചില കാര്യങ്ങൾ ചെയ്യാൻ. ഉം. ഇപ്പം ഇവിടെ ഇപ്പം തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഞാൻ വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നു. ജനങ്ങൾ എന്നെ ഇയാൾക്ക് ഇന്നൊരു ചുമതലയിൽ അയാൾക്ക് വന്ന ഒരാളാണെന്ന് മനസ്സിലാവുന്നു. അപ്പം നാളെ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വന്ന കുട്ടികൾക്ക് കുറച്ച് പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞ് എനിക്ക് അവിടെ പോയി ഇടപെടാൻ വേണ്ടിയിട്ട് എനിക്കൊരു MLA ആവണ്ട. ഉം. എനിക്ക് അവർക്കൊപ്പം നിൽക്കാൻ ഞാനായി നിന്നാലും മതി. ഉം. കാര്യം അവിടെ എനിക്കുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എനിക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ടെന്നൊരു ചിന്തയാണ്. ഉം. അവിടെ ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ നാടിനെ റെപ്രസെൻ്റ് ചെയ്ത ഒരാളാണ്, ഉം. എനിക്കത് നോക്കുക രണ്ടാമത്തെ കാര്യം. ഉം. പക്ഷേ ഈ നാട്ടിൽ അവർക്കൊരു ആവശ്യം വന്നാൽ അവർക്കൊപ്പം ഞാൻ നിൽക്കും. ഉം. അതിനെനിക്ക് അതെപ്പോഴും ചെയ്യാൻ പറ്റും കേട്ടോ. ഉം. ജയിച്ചു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നിയമനിർമ്മാണ സഭയിൽ ശക്തമായി സംസാരിക്കാനും ഉള്ളൊരു സ്പേസ് സൃഷ്ടിക്കും. സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖിൽമാരൻ ബുദ്ധിമാനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണെന്ന്. കാരണം BJP-യുടെ ടാഗില്ലാതെ NDA സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നതെന്ന്. അല്ല അതിലെന്താ പ്രശ്നം? ബുദ്ധിയില്ലാത്ത രാഷ്ട്രീയക്കാർ മതിയെന്നാണോ? അല്ല എൻ്റെ എനിക്ക് 2020 തിരഞ്ഞെടുത്തുകൊണ്ട് അത് എപ്പോഴെങ്കിലും മാറാം എന്നതും അദ്ദേഹം ഏതെങ്കിലും പാർട്ടി തിരഞ്ഞെടുത്ത എഗ്രിമെൻ്റ് ഉണ്ടോ? ഞാൻ BJP ചേർന്നാൽ എനിക്ക് നാളെ മാറിക്കൂടെ? കോൺഗ്രസ് ചേർന്നാൽ നാളെ മാറിക്കൂടെ? ഏത് രാഷ്ട്രീയ പാർട്ടി ചേർന്നാലും നാളെ മാറാം. അത് അങ്ങനെ എൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല. ഒന്നുമില്ല. 2020 ഞാൻ ചേർന്നത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയുടെ തുടക്കമാണ്. അവിടെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ പാർട്ടിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ആ പാർട്ടി എന്നെ അതിനനുവദിക്കുകയും ചെയ്യും. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലാകുമ്പം ഞാനവിടെ ചിലപ്പം എൻ്റെ സ്പേസ് കുറഞ്ഞു. ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അവിടെ ഒരു പാർട്ടി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കേട്ട് ചിലപ്പം നിശബ്ദനാകേണ്ടിയും വരും. അപ്പോൾ ഇപ്പുറത്താകുമ്പോൾ കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കാം. അത് മനസ്സിലുണ്ടായിരുന്നോ കൃത്യമായിട്ട് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ, എനിക്ക് കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ, സ്പേസ് ഇവിടെയാണ്? തീർച്ചയായിട്ടും. അത് 2020 എനിക്ക് ആ സ്പേസ് തരും. കാര്യം അവർക്കും വളരണമല്ലോ. 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വളരണം. 2020 ഞാൻ വളരുമ്പോൾ 2020 വളരും, 2020 വളരുമ്പോൾ ഞാനും വളരും. അങ്ങനെ വളരുമ്പോഴത്തേക്കും നാച്ചുറലി മുന്നണി വളരും. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കുറച്ചും കൂടെ സഹായിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയായിട്ട് 2020 മാറിക്കൊണ്ടേയിരിക്കും. 2020യിലേക്ക് ഏത് ജാതി മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് വരാനും ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. പതിയെ BJP എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. അപ്പം മുസ്ലിം സമൂഹത്തിന് BJPയോടുള്ള ഒരു എതിർപ്പ് പതിയെ മാറും. അങ്ങനെ അവരും ഇതിലേക്ക് കടന്നു വരും. അപ്പം നാച്ചുറലി ഇന്ത്യ ഒട്ടാകെ അതാണ് സംഭവിച്ചത്. ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ ഭയപ്പെടുത്തി വെച്ചേക്കാണ് BJPയുടെ പേരും പറഞ്ഞത്. അങ്ങനെ ഒരു പ്രശ്നം ഈ രാജ്യത്ത് ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടെന്ന് വരുത്തി തീർക്കുന്നതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും 13 വർഷം അധികാരം കിട്ടിയ ഒരു രാഷ്ട്രീയ പാർട്ടി എന്താണ് ചെയ്തത്? മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി അവരെന്തോ ചെയ്തു. പിന്നെ എന്താ പ്രശ്നം എന്നറിയാം? ഇപ്പം പൗരത്വ നിയമം കൊണ്ടുവന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടുവന്നു, ഇതിനകത്ത് മതം എടുത്തങ്ങ് ഫ്രണ്ടി വയ്ക്കും. ഇപ്പം ലക്ഷദ്വീപിനുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വിഷയത്തിൽ ഞാൻ BJPയെ എതിർത്ത് ചാനൽ ചർച്ചയിൽ പോയി സംസാരിച്ച ഒരാളാണ്. അന്നവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം, ആക്ച്വലി ഇന്നത്തെ ലക്ഷദ്വീപ് നിവാസികളോട് നിങ്ങൾ ചോദിക്കൂ, ചെയ്തതെല്ലാം ഗംഭീരമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ഏറ്റവും മനോഹരമായിട്ടും കൂടുതൽ ബിസിനസ്സും വ്യവസായമൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടായി എന്നാണ് ഇപ്പോഴത്തെ. പിന്നീട് നമ്മൾ ലക്ഷദ്വീപിലെ പ്രശ്നത്തെക്കുറിച്ച് കേട്ടതേ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് അപ്പം ക്ലാരിറ്റി കൊടുക്കത്തില്ല. ഈ മതപരമായ ചില പ്രശ്നങ്ങളെടുത്ത് മുന്നിൽ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല, അത് BJP ചിലപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണത്. അവർക്ക് മനോഹരമായിട്ട് ഈ നാടിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വികസനമൊക്കെ ചെയ്യാൻ അറിയാം. പക്ഷെ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ ഇങ്ങനെ ഇപ്പം മുത്തലാഖ് നിരോധനം, ഇപ്പം ആ സ്ത്രീ സമൂഹത്തിന് ഭയങ്കര നല്ല കാര്യമല്ലേ? പക്ഷേ അത് ഒരു വിഭാഗം മുസ്ലിങ്ങൾക്ക് തോന്നും ഇത് ഞങ്ങൾക്ക് ഇട്ടിട്ടുള്ള പണിയാണല്ലോ. പക്ഷെ അവിടുത്തെ സ്ത്രീകൾക്ക് ഭയങ്കര സുരക്ഷയുമാണ് കൊടുക്കുന്നത്. ഇനിയിപ്പം ഞാൻ ഇതുപോലെ ചില വിഷയങ്ങൾ വരുന്ന സമയത്ത് ആവശ്യമില്ലാത്ത
ഇപ്പം നമ്മളെ ഇപ്പം കുറച്ച് BJP-ക്കാർ പറയുകയാണ് ഇപ്പോൾ ഇസ്രായേലും പാലസ്തീനും ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തുള്ള ഒരു വിഭാഗം ഉടനെ പറയുന്നത് മുസ്ലിങ്ങളെ കൊല്ലുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായത് കൊണ്ടാണ് നിങ്ങൾ പാലസ്തീനെ എതിർക്കുന്നതെന്നാണ്. ഇപ്പോൾ എന്നോട് ആ ചോദ്യം ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്കിതെല്ലാം രാജ്യങ്ങളല്ലേ, ഞാൻ എന്തിനാണ് പാലസ്തീൻ ജനതയുടെ മതം നോക്കുന്നത്, ഞാൻ എന്തിനാണ് ഇസ്രായേലിൻ്റെ മതം നോക്കുന്നത്, ഞാൻ എന്തിനാണ് റഷ്യയിലും ഉക്രൈനിലും ഇതെല്ലാം പല രാജ്യങ്ങളിൽ കിടന്ന് തമ്മിലടിക്കുന്ന ജനത, അവരുടെ പ്രശ്നങ്ങൾ, അതിൽ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി നിൽക്കാം. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പോളിസീസ് ഉണ്ടല്ലോ, അവർ ആ പോളിസീസിൻ്റെ ഭാഗമായിട്ടായിരിക്കും ആ രാജ്യം നിലപാട് സ്വീകരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇന്ദിരാഗാന്ധി അങ്ങനെ ഒരു നിലപാടെടുത്തു, മോദി അങ്ങനെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാലെങ്കിൽ പിന്നെ ഇന്ദിരാഗാന്ധി തന്നെ അങ്ങ് ഭരിച്ചാൽ മതിയല്ലോ. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ പോളിസികളിൽ വ്യത്യാസമുണ്ടാവും. നമ്മൾ നോക്കുമ്പം ശരികൾക്കൊപ്പം നിൽക്കാൻ നമ്മൾ വിചാരിക്കും. എനിക്ക് പാലസ്തീനിൽ കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി സംസാരിക്കുന്നതിനെക്കാട്ടി എനിക്ക് ഏറ്റവും സന്തോഷം എൻ്റെ നാട്ടിൽ എനിക്കറിയാവുന്ന ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരുവനൊരു ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ പോയി അവനെ സഹായിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാൻ ആ ഒരു കുടുംബത്തെ ഞാൻ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഞാൻ ഇപ്പുറത്ത് പാലസ്തീനെതിരെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു മറ്റുള്ളവൻ എന്നെ തെറി വിളിക്കുന്നത്. നമ്മളെപ്പോഴും നമ്മളെ നാട്ടിലുള്ളവർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും നമ്മൾ കാണുന്നവർക്കും ഒക്കെ പ്രാധാന്യം കൊടുത്ത് നമ്മൾ ജീവിക്കും. ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു BJP നേതാവോ RSSൻ്റെ നേതാവോ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇവിടെ ആരുടെ ബീഫ് വിളമ്പുന്നത് എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ നാളിതുവരെ കേട്ടിട്ടുണ്ട്? ബീഫ് കഴിക്കുന്ന പോത്ത്, പ്രത്യേകിച്ച് പോത്ത് കഴിക്കുന്ന എത്രയോ BJP-ക്കാരുണ്ട്. പശുവിനെ കഴിക്കാത്ത ആൾക്കാർ BJP-യിലൊന്നുമല്ല, അത് കോൺഗ്രസ്സിലും ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉണ്ടാവും, മറ്റ് പല പാർട്ടിയിലും ഉണ്ടാവും. കാര്യം അത് ചിലർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. അതാണ് എൻ്റെ കാര്യം. അല്ലാതെ ഇപ്പം പശു എന്ന് പറയുന്നതിനെ കേരളത്തിലുള്ള ആൾക്കാർ അമ്മയായിട്ട് കാണുന്നുണ്ടൊന്നുമല്ല. ഉത്തരേന്ത്യൻ ജനത അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് എന്തുകൊണ്ടത് അക്സെപ്റ്റ് ചെയ്തുകൂടാ? പശുവിനെ മാതാവായി കാണുന്ന കുറച്ച് മനുഷ്യർ ആ നാട്ടിലുണ്ടെങ്കിൽ അവർക്കതിനെ വളരെ വൈകാരികമായിട്ട് അവരതിനെ കാണുന്നുണ്ടെങ്കിൽ, പണ്ട് കാലത്ത് നടന്ന യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പശുവിൻ്റെ പേരിലായിരുന്നെങ്കിൽ ആ ജനതയുടെ താല്പര്യത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിനവരെ, കാരണം നമ്മളുടെ നാടുമായിട്ട് ഒരു പുലബന്ധവും ഇല്ലാത്ത മറ്റൊരു നാട്ടിൻ്റെ കൾച്ചറാണത്. അതിവിടെ ഇല്ലല്ലോ. ഇപ്പം ഇവിടെ നമ്മൾ യുദ്ധം കണ്ടിട്ടില്ല. നമുക്കെന്താ ദേശീയബോധം ഇല്ലാത്തത്? കേരളത്തിലുള്ള ഒരുത്തിനും യുദ്ധം എന്താണെന്നൊരു ABCD അറിയത്തില്ല. ഇവിടെ ബ്രിട്ടീഷുകാരുടെ പോയി തോളത്തും കൈയിട്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവൻ്റെ അടുത്ത ആൾക്കാരായിട്ട് നടന്ന കുറേ രാജാക്കന്മാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് വളരെ കുറച്ച് പേര് മാത്രം പലപ്പോഴുമായിട്ട് ഇവർക്കെതിരെ തെറ്റിയിട്ടുണ്ട്. തെറ്റിയതൊക്കെ തന്നെയും അങ്ങനെ ദേശീയബോധം കൊണ്ട് തെറ്റിയതൊന്നുമല്ല, നിലനിൽപ്പിന് വേണ്ടി തെറ്റിയതാണ് പലതും. വളരെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ, കുളച്ചൽ യുദ്ധവും ആറ്റിങ്ങൽ കലാപവും അങ്ങനെ പഴശ്ശിയുടെ പ്രശ്നങ്ങളും ഒക്കെ മാത്രം മാറ്റിവെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ജനതയ്ക്ക് അങ്ങനെ വലിയ ദേശീയബോധമൊന്നുമില്ല. കാരണം എന്താ, നമ്മൾ യുദ്ധം കണ്ടിട്ടില്ല, യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ പാകിസ്ഥാൻ നമ്മളെ അടിച്ചാൽ നമുക്കെന്താ, ഒരു കുഴപ്പമില്ല. ഇവിടെ സേഫ് അല്ലേ, സേഫ് സോൺ ഇടുന്നുണ്ട് എന്നും പറയാമല്ലോ. അങ്ങനെയാണോ പഞ്ചാബിൽ കിടക്കുന്നത്, രാജസ്ഥാനിൽ കിടക്കുന്നത്, കാശ്മീരിൽ കിടക്കുന്നത്? അവന് ദേശീയബോധം കൂടും, പട്ടാളക്കാർക്ക് ദേശീയബോധം കൂടും. കാരണം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഒരു സാധനം വന്ന് വീണ് ഞങ്ങളെ കൂട്ടത്തിൽ ഒരുത്തൻ മരിച്ചേക്കാം. ഇത് മരണങ്ങൾ കണ്ടു. തോളത്ത് കൈയിട്ട് ഒപ്പം ട്രെയിനിങ് നടത്തിപ്പോയ ഒരു പട്ടാളക്കാരൻ ചിലപ്പം നാളെ ചേതനേറ്റ ശരീരവുമായിട്ട് തൻ്റെ കൺമുന്നിലായിരിക്കും ചിലപ്പം വെടികൊണ്ട് വീഴുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഒരു സൈനികന് അവന് ദേശീയബോധം ഉണ്ടാവും. അപ്പോൾ ആ സൈനികൻ നാട്ടിൽ വന്നിരുന്നിട്ട് താൻ ചെയ്ത യുദ്ധത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ തള്ളാതെ എണീച്ച് പോടേ എന്ന് പറയുന്നവനാണ് മലയാളി. കാര്യം ഇവന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇയാൾ ആ അതിർത്തിയിൽ എങ്ങനെ കഴിയുന്നെന്നുള്ള കാര്യം. -ഡിഗ്രിയിൽ ഇവൻ കിടന്ന് രാജ്യസേവനം ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഇവൻ വന്ന് പറയുന്നത്, എടാ അങ്ങനെ മലയിടുക്കി ഞങ്ങൾ അങ്ങനെ പോയപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളുടെ തല പാകിസ്ഥാനിൽ നിന്ന് അറുത്തോണ്ട് പോയി, ഞാനൊക്കെ വെടിയുണ്ട കിടയിൽ നിന്ന് രക്ഷപ്പെട്ടത് കഷ്ടിച്ചാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നളിയ അളിയനൊന്ന് തള്ളായതിൽ എളിയ. അതായത് ഒരുത്തൻ ചെയ്തെന്ന് പറയുന്ന കാര്യം ഇവന് ജീവിതകാലത്ത് ഇവന് ചെയ്യാൻ പറ്റത്തില്ല. മറ്റൊരുവന് അവൻ അതിന് തള്ളെന്നങ്ങ് പറഞ്ഞിരിക്കുകയാണ്. അതാണ് നിങ്ങൾ എന്തെടുത്ത് നോക്കൂ, സോഷ്യൽ മീഡിയയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പല മനുഷ്യർ പറയുന്ന അവരുടെ ഇൻ്റർവ്യൂസിൻ്റെ അടിയിൽ വരുന്ന കമൻസ് നിങ്ങൾ നോക്കൂ. എന്തൊരു തള്ളാടേ. മേജർ രവിയെ പറ്റി എന്തെല്ലാം ആക്ഷേപങ്ങളാണ്. അയാൾ ഇന്ത്യയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് മേജറാണ്, നല്ലൊരു മിലിറ്ററി ഓഫീസറാണ് പുള്ളി. പുള്ളിയെ വന്നിരുന്നിട്ട് പട്ടാളത്തിൽ പൊറോട്ട അടിക്കുന്ന ആളാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കുറേ എണ്ണം കമൻറ്റ് അടിക്കുന്നത്. ഞാൻ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്, മേജർ ചോരയിൽ കുളിച്ച് രാജീവ് ഗാന്ധി അസാസിനേഷൻ വധത്തിന് ശേഷം ഇരിക്കുന്ന തോക്കുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡി മൊത്തം ചോരയാണ്. ആ ഫോട്ടോസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പഴയ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്ത് കുഴപ്പമെന്ന് പറഞ്ഞാൽ പുള്ളി ഇത് വന്ന് ഈ പറഞ്ഞ മേജർ മഹാദേവൻ, അത് സിനിമയിൽ മോഹൻലാലാണെങ്കിൽ ജീവിതത്തിൽ മേജർ രവിയാണ്. AK രവീന്ദ്രൻ എന്ന് പറയുന്ന പട്ടാളക്കാരൻ്റെ ജീവിതമാണ് മേജർ മഹാദേവനിലൂടെ നമ്മൾ കാണുന്നത്. സിനിമയ്ക്ക് വേണ്ട കുറച്ച് ഒരു പൊടിപ്പുന്തങ്ങളും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് പുള്ളി എന്ത് പറഞ്ഞാലും പുച്ഛമാണ്. ഇതാണ് ഇവിടെ നാടിൻ്റെ ഒരു കുഴപ്പം. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ വ്യക്തി എന്ന നിലയിൽ ഇഷ്ടമായിരിക്കും, പക്ഷെ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അനുസരിച്ച് ആളുകൾക്ക് അവരോട് തോന്നുന്ന താല്പര്യവും ഇഷ്ടവും കുറയാറുണ്ട്. അതെങ്ങനെയാണ് കാണുന്നത്? ഇപ്പം ഈ രാഷ്ട്രീയം വ്യക്തിയും സ്വഭാവം രണ്ടാണല്ലോ. അതെപ്പോഴും ഇപ്പം
താങ്കളും ഇപ്പൊ ആ മേഖലയിൽ പോകുമ്പോൾ എങ്ങനെ അത് കാണാം? ഇപ്പം ഈ അതായത് ഇപ്പം നീ പറയാണ് ഇന്ന പാർട്ടി ഇന്ന ആൾക്കാർ കൊള്ളാം, ഇന്ന ആൾക്കാർ കൊള്ളത്തില്ല, ആ പാർട്ടിയിൽ ഇന്ന കക്ഷി മത്സരിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് നമ്മളൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ ചിന്ത നമുക്ക് ഇന്നലെ അപ്പം ചാണകത്തിൽ ചവിട്ടിയില്ലായിരുന്നെങ്കിൽ അഖിൽമാരാരെ കൊള്ളായിരുന്നു, ചാണകത്തിൽ ചവിട്ടിയില്ലായിരുന്നെങ്കിൽ സുരേഷ് ഗോപി കൊള്ളായിരുന്നു, ഇങ്ങനെ പറയാതെ കൊള്ളാമായിരുന്ന സുരേഷ് ഗോപി BJP പോയത് നന്നായിടേ, അയാൾ ചിലപ്പോൾ ആ പാർട്ടിയെ കുറച്ചുകൂടെ നന്നാക്കും. നന്നാക്കിയോ നന്നാക്കിയില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവല്ല ഞാനീ പറയുന്നത്. അല്ലെങ്കിൽ അഖിൽമാരാർ കൊള്ളാം, BJPയിലെ ചില കക്ഷികൾ കൊള്ളത്തില്ല, ഇയാളൊക്കെ അവിടെ പോയി BJPയുടെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നും നമ്മൾ പറയുന്നതിനൊരു പോസിറ്റീവ് വശമില്ലേ. അല്ലാതെ നല്ലവനായ ഒരുത്തൻ അതിനകത്ത് പോയിട്ട് എങ്ങനെ പന്നലാവുന്നു? ഇത് നമുക്കകത്ത് പോയിട്ട് ഇനി അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് കൂടുതൽ നന്നാക്കിക്കൂടെ? ഞാനതാ കുറച്ചു മുമ്പ് പറഞ്ഞത്, BJPയുടെ ഓരോ നേതാക്കന്മാരും BJPക്ക് ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ളവരാണ് കേരളത്തിനുള്ളിൽ. അത് വ്യത്യസ്തമായ സംഭാവനകളാണ്. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ വരുന്ന സമയത്ത് ഒരു വൈഡ് ഓഡിയൻസിനെ ആകർഷിക്കാനുള്ള ശേഷിയുള്ള ഒരു പ്രസിഡൻ്റാണ് പുള്ളി, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയാണ് പുള്ളി. ആശയമാണ് അയാൾ പറയുന്നത്. അതിന് അയാളെ ആക്ഷേപിച്ചിട്ട് രാജീവ് ചന്ദ്രശേഖർ BJP പോയില്ലായിരുന്നെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥമുള്ളത്? ഈ രാജ്യം കഴിഞ്ഞ 13 വർഷമായിട്ട് ഭരിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ കാര്യകാരണങ്ങൾ നിരത്തി പറഞ്ഞാൽ നമുക്ക് എതിർക്കാം. അപ്പം നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ പറയുന്നതാണത്. സത്യം ഇതല്ല, ഇത് ഇന്ത്യയിലെ ജനതയ്ക്ക് തോന്നിയിട്ടില്ല. പിന്നെ അടുത്ത ഡയലോഗ്, ഉത്തരേന്ത്യയിൽ കിടക്കുന്ന ജനതയ്ക്ക് ബോധമില്ല, ഇവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. ഞങ്ങൾ മലയാളികൾ പ്രബുദ്ധരാണല്ലോ, പ്രബുദ്ധരായ ഞങ്ങൾ BJP ഒരിക്കലും അടുപ്പിക്കത്തില്ല. കഴുതകളായ ഉത്തരേന്ത്യക്കാരാണ് ഈ BJP അടുപ്പിക്കുന്നത്. ഇപ്പോൾ ഈ 1950 ആ ജനത എന്തായിരുന്നു? കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഇവർക്ക് ഭയങ്കര ബുദ്ധിയും വിവരവും അറിവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കോൺഗ്രസ് ഭരിച്ചു എന്നാണോ പറയുന്നത്? അതോ കാലം നമ്മളെ പഠിപ്പിച്ചത്, കാലം 50-ൽ നിന്ന് 2000-ലേക്ക് വരുമ്പോൾ ഈ നാടിൻ്റെ ചിന്തകളും അറിവും ജനങ്ങൾക്ക് കൂടിയെന്നും സാക്ഷരത കൂടിയെന്നും വിദ്യാഭ്യാസം കൂടിയെന്നും അല്ലേ? അപ്പോൾ ഈ വിദ്യാഭ്യാസം അറിവും ബോധമൊക്കെ വന്നപ്പോഴത്തേക്ക് കോൺഗ്രസിനെ തൂത്തുകളയല്ലേ അവർ ചെയ്തു? 10-25 വർഷം പല സംസ്ഥാനങ്ങളും ഭരിച്ച കോൺഗ്രസിനെ ഉത്തരേന്ത്യയിലെ ജനത തൂത്ത് കളഞ്ഞെങ്കിൽ അവർക്ക് ബോധം വെച്ചപ്പോൾ തൂത്ത് കളഞ്ഞെന്നല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പം BJP സ്വീകരിച്ച് അവർക്കല്ലേ ബോധം. ഇവിടെ വെറുതെ വന്നിരുന്നിട്ട് പ്രബുദ്ധരാണ്, അല്ലെങ്കിൽ പിന്നെ കുറേ ചാനലുകളിൽ വന്നിരുന്നിട്ട് അങ്ങ് അടിച്ചു വിടുന്നുണ്ട്. നമ്മൾ ആരോഗ്യരംഗത്ത് ഒന്നാമത്, മറ്റേ രംഗത്ത്. ഇത് എന്തുകൊണ്ടാണെന്നൊന്നും ആരും പറയുന്നില്ല. ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഒന്നാമതായത്. നമ്മൾ ഒന്നാമതാവാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അങ്ങനല്ലേ നീ എങ്ങനെയാണ് ഇപ്പം ഓട്ട മത്സരത്തിൽ ഒരു വിജയിച്ചിട്ട് വരുമ്പോൾ നീ എങ്ങനെയാണ് ഇത് വിജയിച്ചത്? എൻ്റെ കൂടെ ഓടിയവന്മാരെല്ലാം നല്ല മുടന്തി അവന്മാർ വഴി വീണു. ഒരുത്തിന് കാല് വയ്യായിരുന്നു, ഒരുത്തിന് ഓടിയ വഴിക്ക് വയറിളവി, ഒരുത്തിന് വേറൊരു പ്രശ്നം പറ്റി, ഒരുത്തൻ ഛർദ്ദിച്ചു, ഞാനങ്ങ് ജയിച്ചു. ഇത് ലോകത്ത് ആർക്കെങ്കിലും പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കാൻ പറ്റും? കാരണം ഈ ഓടിയവന്മാരുടെ ഈ കുഴപ്പം ഞാൻ നാളെ ഓടാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഓടുന്നവന് വരണം. അതേസമയം ഇതേ ഇവൻ പറയുകയാണ്, ഞാൻ എല്ലാ ദിവസവും വെളുപ്പിനെ 4 മണിക്ക് എണീറ്റ് എൻ്റെ കാഫ് മസിൽസുകൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു. ഓരോ ദിവസവും ഓരോ 100 മീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര രീതിയിൽ എഫേർട്ട് എടുത്തു, ഇന്ന ആഹാരം കഴിച്ചു, ഞാൻ ഇന്നതൊക്കെ ഉപേക്ഷിച്ചു, ഞാൻ യോഗ ചെയ്തു, അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു, തുടർച്ചയായിട്ട് ഞാൻ ഓടി. ഞാൻ ഓടിയപ്പോൾ ബൈക്ക് എൻ്റെ ഒപ്പം എൻ്റെ സുഹൃത്ത് ബൈക്ക് ഓടിച്ചുകൊണ്ട് അവൻ 100 മീറ്റർ ചെന്നപ്പം ആ ബൈക്കിനൊപ്പം ഓടിയെത്താൻ ഞാൻ ശ്രമിച്ചു. അങ്ങനെ അതായത് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് എഫേർട്ട് എടുത്ത് കഴിവ് കൊണ്ട് കഷ്ടപ്പെട്ട് ഓടി ജയിച്ചപ്പം അവിടെ ചെന്ന മൊമെൻറ്റിൽ ഞാൻ എൻ്റെ മനസ്സ് ഫോക്കസാക്കി. ഫസ്റ്റ് വെടി പൊട്ടിയ സമയത്തും എൻ്റെ ചിന്ത ഓടി ജയിക്കുക എന്നുള്ള ഫോക്കസിലേക്കായിരുന്നു. എൻ്റെ കാലുകൾക്ക് മൂർച്ച കൂട്ടി, എൻ്റെ മനസ്സിൻ്റെ മൂർച്ച കൂട്ടി, എൻ്റെ ഒപ്പം ആരും ഓടുന്നെന്ന് ചിന്തിക്കാതെ, ആരെയും കാണാതെ ഞാൻ ഓടി ജയിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നാളെ ഒരിടത്ത് വിജയിപ്പിക്കാൻ വേണ്ടി പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ സഞ്ജു സാംസൺ എങ്ങനെയാണ് കഴിഞ്ഞ 3 ഇന്നിങ്സുകൾ ഇത്ര മികച്ചതായി കളിച്ചതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുകയാണ്, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ കണ്ണു അടച്ചങ്ങ് വീശുമായിരുന്നു ഓരോ ബാളും, എങ്ങനെയൊക്കെയോ കൊണ്ടു, എങ്ങനെയൊക്കെയോ 6 പോയി, നീയും അങ്ങനെ അങ്ങ് ചെയ്തോ? ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പം അതിന് ആൾ പറയും, എനിക്ക് ഇന്നലകളിൽ ഞാൻ ബാക്ക് ഫുട്ടിൽ കളിച്ച ആ ഷോട്ടിൽ ഒരു പോരായ്മ പറ്റി, എനിക്കെതിരെ അവിടെ ഫീൽഡ് സെറ്റ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഡീപ്പ് മിഡ് വിക്കറ്റിലൊരു ഫീൽഡ് ഇട്ട് ഞാൻ ബാക്ക് ഫുട്ടിൽ കളിക്കുന്ന ഒരു പഞ്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ എറിയിപ്പിച്ചത്. പക്ഷേ ഞാൻ ബോധപൂർവ്വം ഒരു റൂം ക്രിയേറ്റ് ചെയ്ത് മാറി ഞാൻ ഓഫ് സൈഡിൽ പോയിന്റിലേക്ക് ഞാൻ 4 അടിച്ചു. ഡീപ്പ് ഫീൽഡർ ഇല്ലായിരുന്നു, ഈ സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്തത് എന്ന് പറയുമ്പോൾ ആ പ്ലാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കേരളം എങ്ങനെയാണ് നമ്പർ 1 ആയത്? ഇവന്മാർ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞുതരാൻ. ഇത് 1847 CMS കോളേജ് കേരളത്തിൽ സ്ഥാപിച്ച കാലം മുതൽ, ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന കാലം മുതൽ, ഇവിടുത്തെ രാജാക്കന്മാരുടെ ചിന്തകൾ മുതൽ
നമ്മൾ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരുന്നു. ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രാജാക്കന്മാരും മാർത്താണ്ഡവർമ്മയുടെ കാലത്താണോ സ്വാതി തിരുനാളിൻ്റെ കാലത്താണോ എന്ന് എനിക്കറിയത്തില്ല, ഐൻസ്റ്റീനെ വരെ ബന്ധപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ രാജാക്കന്മാരുടെ ചിന്തകളിലൂടെ ആ രാജാക്കന്മാരുടെ ഒപ്പം സഞ്ചരിച്ച അന്നത്തെ ഈ അറിവുള്ള ഒരു ബ്രാഹ്മിൺസ് ആണല്ലോ. ഇനി ഞാൻ ജാതി പറഞ്ഞെന്ന് ബ്രാഹ്മണിക്കൽ കിജിമണി എന്ന് പറഞ്ഞിട്ട് കുറേ പോകുക, അതല്ല ഞാൻ പറഞ്ഞത്. ഈ അന്നത്തെ അറിവും ബോധമുള്ള ബ്രാഹ്മണന്മാരുടെ ചിന്ത അത് മുന്നോട്ട് കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്തെടുത്തതിൻ്റെ ഫലമായിട്ട് കേരളം ഭരിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളിലും നമ്മൾ അപ്ഡേറ്റഡ് ആണ്. ഉം. ഈവൻ ഒരു കക്കൂസ് അല്ലെങ്കിൽ 4 ചുവരിനുള്ളിൽ അടച്ചിട്ടൊരു സ്ഥലത്ത് പോയി വേണം നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അതിനൊരു സുരക്ഷ ഒരുക്കി കൊടുക്കണം. അത് എത്രയും താഴെത്തട്ടി താമസിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇതുണ്ടായിരുന്നു. ഉം. പിന്നെ ഇവിടെ പറമ്പുകൾ കുറവായിരുന്നു. മറ്റേത് എവിടെ ഉത്തരേന്ത്യയിൽ എന്ന് വെച്ചാൽ ഇതിനൊന്നും പ്രശ്നമില്ല, പറമ്പുകൾ ഇങ്ങനെ കിടക്കുക. അപ്പം ഈ മറ്റേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ട് കക്കൂസ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കിടന്ന് അങ്ങ് ആക്ഷേപിക്കുക. എടാ, നിന്റെ വീട്ടിൽ കക്കൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ കക്കൂസില്ലാത്ത ജനതയെ എന്തിനാണ് ആക്ഷേപിക്കുന്നത്? നീ മനസ്സിലാക്കുന്നു അവിടുത്തെ സ്ത്രീകൾക്ക് ആ ബുദ്ധിമുട്ടുണ്ട്, അവിടുത്തെ ജനതയ്ക്ക് അപ്പോൾ ഒരു പ്രൈം മിനിസ്റ്റർ പറയുകയാണ് കക്കൂസ് പണിയണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. അയാൾ എത്രത്തോളം താഴെത്തട്ടിലുള്ള ജനതയുടെ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ടായിരിക്കും ഒരു പ്രൈം മിനിസ്റ്റർ ആദ്യം കയറിയിട്ട് കക്കൂസ് പണിയണം ഈ രാജ്യത്തെന്ന് പറയുന്നത്. ഗ്യാസ് എല്ലാവർക്കും വേണമെന്ന് പറയുന്നത്. വിറകൊടിച്ചുകൊണ്ട് വന്ന് കാട്ടിൽ പോയി വിറകൊടിച്ചുകൊണ്ട് വരാൻ വേണ്ടി കാട്ടിൽ പോകുന്ന ഒരു സ്ത്രീക്ക് ചിലപ്പം തിരിച്ചു വരാൻ പോലും പറ്റത്തില്ല. വല്ല പുലി പിടിച്ചോ മറ്റെന്തെങ്കിലും പരിക്ക് പറ്റിയോ ചിലപ്പോൾ അത് വഴി വീണ് കിടക്കും. അപ്പോൾ ആ സ്ത്രീക്ക് ഇനി വീട്ടിൽ ഗ്യാസ് കൊടുക്കണം. ഇതൊക്കെയാണ് നരേന്ദ്രമോദി ആദ്യം പറഞ്ഞത്. അല്ലാതെ ഈ ലോകത്തെ എടുത്ത് മലമറിക്കുന്ന വികസനങ്ങൾ ഇവിടെ ചെയ്യുമെന്നല്ല. അപ്പം അത് പറഞ്ഞ പ്രധാനമന്ത്രി അത് പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ കിടന്ന് പരിഹസിക്കുക. പെട്രോളിന് വില കൂടിയെന്ന്. എന്തോ എവൻ്റെ ആവശ്യം എന്തുവാ? യവൻ 250 cc ബൈക്ക് എടുത്ത് വെച്ചിട്ട് ഇവന് 35 മൈലേജേ ഉള്ളൂ. ഇവൻ്റെ കയ്യിൽ കാശ്. അവൻ എന്നാലും 1 രൂപ 2 രൂപ പെട്രോളിന് കൂടിയപ്പോഴത്തേക്ക് ഇവന് കുഴപ്പം. അപ്പോൾ ഈ 1 രൂപ എന്തിനാണെന്ന് ഇവൻ കേന്ദ്രം പറയുന്നു ഇത് കക്കൂസ് പണിയാനാണ്. പിന്നെ ഇയാൾക്ക് കക്കൂസ് പണിയാനല്ലേ ഞാൻ 1 രൂപ തരുന്നത്? അതായത് ഈ ഒരു കാര്യത്തെക്കുറിച്ചും യാതൊരു ബോധവുമില്ലാത്ത കുറേ കഴുതകൾ പ്രബുദ്ധരാണെന്ന് പറഞ്ഞ് നടന്നാൽ എന്ത് ചെയ്യാൻ പറ്റും?